വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം നവീകരിച്ചു. കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം നവീകരിച്ചു. പക്ഷാഘാതം മൂലമോ അപകടങ്ങൾ മൂലമോ നട്ടെല്ലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി, കുട്ടികളിലെ ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം, ഒക്യുപേഷണൽ തെറാപ്പി, വിവിധ കാരണങ്ങളാൽ സംസാരിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സ്വോളോ തെറാപ്പി, കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ അവയവവും വെച്ചുകൊടുക്കലും പരിശീലനവും, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ സമയ ഫിസിയാട്രിസ്റ്റിന്റെ സേവനം, പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവർ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കുന്നതാണ്. ദീർഘകാലം കിടത്തി ചികിത്സ വേണ്ടവർക്ക് പ്രത്യേക പാക്കേജുകൾ ലഭ്യമായിരിക്കും. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിപുലീകരിച്ച വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു. കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ നവീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ പുതിയ അനക്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 35 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അൽ ഷിഫയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് 3000-ഓളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ്. അത് കംപ്ലീറ്റ് ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ എല്ലാം ഫുൾ ടൈം ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷാഘാതം പിടിപെട്ട് വിഷമത അനുഭവിക്കുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി എന്നുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ, ന്യൂറോ സർജന്മാരായ ഡോക്ടർ ജോബി ജോസ്, ഡോക്ടർ അരുൺ ബാബു ജോസഫ്, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ന്യൂറുദ്ദീൻ, ഡോക്ടർ യതീഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, ENT സർജൻ ഡോക്ടർ ബേബി സസ്ന, ഡെന്റൽ സർജൻ ഡോക്ടർ ഫൗസിയ, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, പീഡിയാട്രിഷ്യന്മാരായ ഡോക്ടർ ആദിൽ, ഡോക്ടർ വിഷ്ണു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സമീൽ പൂവഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വിഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. 4 വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതുതായിട്ടിപ്പോൾ നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്ലോക്ക്, അതായത് കിടത്തി ചികിത്സിക്കാൻ ഉള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷണൽ തെറാപ്പി ഏരിയ, പുതിയ ഫിസിയോതെറാപ്പി ഏരിയ, അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വാലോ, ഇതിനെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഒക്കുപേഷണൽ തെറാപ്പി, അതിൽ അഡൾട്ട് ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് സ്വോളോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ നീഡ്സും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. സ്ട്രോക്ക്, അതുപോലെ തന്നെ നട്ടനക്ഷതം എത്തിയെടുക്കുക, സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അപ്പോൾ ഇവർക്കെല്ലാം നമുക്ക് ഒരുപാട് ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമുണ്ടാവും, ഒരുപാട് ദിവസത്തെ തെറാപ്പി ആവശ്യമുണ്ടാവും. നമുക്കൊരു സ്ട്രോക്കിൽ, സ്പൈനൽ കോഡ് ഇഞ്ചുറിയിലൊക്കെ ഒരു 3 മുതൽ 4 മാസം വരെയാണ് അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്ലോക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്.